ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭകൾ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പേരിൽ അനന്തകാലം തടഞ്ഞുവെക്കാൻ ഗവർണർമാർക്ക് അധികാരമില്ല എന്നുള്ള ശക്തമായ സന്ദേശം നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതി. തമിഴ്നാട് ഗവർണറായ എൻ രവിയുടെ ജനാധിപത്യ വിരുദ്ധ നടപടികൾ റദ്ദാക്കിയ ഉത്തരവ് ഗവർണറെ രാഷ്ട്രീയ ചട്ടുകമാക്കുന്ന കേന്ദ്ര ബി സർക്കാരിന് കനത്ത പ്രഹരം തന്നെയാണ്. കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ നിരവധി ബില്ലുകൾ വർഷങ്ങളോളം തടഞ്ഞുവെക്കുകയും പിന്നീട് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ കേരളവും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ഹർജി കഴിഞ്ഞ തവണ കോടതി പരിഗണിച്ചപ്പോൾ തമിഴ്നാടിന്റെ ഹർജിയിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി കേരളത്തിനും ബാധകമാണ് എന്ന് സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കെ വേണുഗോപാൽ ചൂണ്ടിക്കാട്ടുകയാണ്. കേരളത്തിന്റെ ഹർജിയും ജസ്റ്റിസ് JB പർദിവാലയുടെ ബെഞ്ചിന് കൈമാറണമെന്നുള്ള ആവശ്യവും വേണുഗോപാൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇക്കാര്യം പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. തമിഴ്നാടിന്റെ ഹർജിയിലെ വിധി പകർപ്പ് പരിശോധിച്ച ശേഷം ഈ വിഷയത്തിൽ വാദമാകാമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ R വെങ്കടരമണിയുടെ നിലപാട്. എല്ലാ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്കും ബാധകമായ വിധിയാണ് സുപ്രീം കോടതിയുടേത്. അടുത്ത മാസം 13-നാണ് കേരളത്തിലെ കേസ് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നത്. അന്ന് തമിഴ്നാട് കേസിലെ വിധിയുടെ അടിസ്ഥാനത്തിൽ കേരളം ശക്തമായ വാദങ്ങൾ അവതരിപ്പിക്കും. തമിഴ്നാട് നിയമസഭ പാസാക്കിയ 10 ബില്ലുകളിൽ ഗവർണർ RN രവി എടുത്ത നടപടികൾ ഭരണഘടനാ വിരുദ്ധമെന്ന് കണ്ടെത്തി സുപ്രീം കോടതി റദ്ദാക്കിയതോടെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള അധികാരം ഉൾപ്പെടെ 13 സർവകലാശാലകളെ നിയന്ത്രിക്കാനുള്ള അധികാരങ്ങൾ ഗവർണർക്ക് നഷ്ടപ്പെട്ടിരുന്നു. സർവകലാശാലകളെ സംബന്ധിച്ച നിയമത്തിൽ ഗവർണർ, ചാൻസലർ എന്നീ പദങ്ങൾക്ക് പകരം സംസ്ഥാന സർക്കാർ എന്നാക്കുന്ന ഭേദഗതി ഉൾപ്പെടെയുള്ള ബില്ലുകളാണ് തമിഴ്നാട് നിയമസഭ പാസാക്കിയിട്ടുണ്ടായിരുന്നത്. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് ഈ ഭേദഗതി ബില്ല് നിയമമായതോടെ VC-മാരെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റികളിൽ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള അധികാരം ഗവർണർക്ക് നഷ്ടപ്പെട്ടു. 10 ബില്ലും നിയമമാക്കി തമിഴ്നാട് നിയമസഭ പാസാക്കിയ 10 ബില്ലും സുപ്രീം കോടതി ഉത്തരവിലൂടെ നിയമമാവുകയാണ്. ഗവർണർ പിടിച്ചുവെച്ച 10 ബില്ലും പാസ്സായതായുള്ള സുപ്രീം കോടതി ഉത്തരവ് പുറത്തിറങ്ങിയതോടെയാണ് ഇവ നിയമമാക്കി തമിഴ്നാട് സർക്കാർ ഗസറ്റ് വിജ്ഞാപനം ഇറക്കിയത്. രാജ്യത്ത് ആദ്യമായാണ് ഗവർണറുടെയും രാഷ്ട്രപതിയുടെയും ഒപ്പില്ലാതെ ബില്ലുകൾ സുപ്രീം കോടതി ഉത്തരവിൽ നിയമമാകുന്നത്. തമിഴ്നാട്ടിലെ സർവകലാശാലകളുടെ നിയന്ത്രണത്തിലും വൈസ് ചാൻസലർ നിയമനത്തിലും ഗവർണർക്കുണ്ടായിരുന്നത് അധികാരം എടുത്തു കളഞ്ഞ പൂർണ്ണ അധികാരം സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമാക്കുന്നതാണ് ഭൂരിഭാഗം നിയമ ഭേദഗതികൾ.